നമസ്കാരം. കേരളത്തിൽ ഉപമുഖ്യമന്ത്രി എന്നൊരു പദവി നിലവിലില്ല. എന്നാൽ തത്വത്തിൽ അല്ലെങ്കിൽ താത്വികമായി ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ടൂറിസം മന്ത്രിയാണ്. എന്നാലും ഉപമുഖ്യമന്ത്രിയായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ പലരും കേരളത്തിൽ കാണുന്നത്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്. അങ്ങനെയാണ് അവർ തന്നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ തന്നെ രഹസ്യമായി പറയുന്ന കാര്യം. ഇപ്പോൾ മുഹമ്മദ് റിയാസിൻ്റെ കാര്യം പറയുവാനുള്ള സാഹചര്യം എങ്ങനെ ഉരുത്തിരിഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇന്നലെ ഫെബ്രുവരി 5 കാന്തരൂർ മർക്കസിലെത്തിയ അദ്ദേഹം കാന്തപുരം അബൂബക്കറെ സന്ദർശിച്ചിരുന്നു. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാന്തപുരത്തിൻ്റെ പിന്തുണ തേടിയാണ് മുഹമ്മദ് റിയാസ് കാന്തരൂർ മർക്കസിലെത്തിയത്. കാരണം ബേപ്പൂരാണ് മുഹമ്മദ് റിയാസ് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളത് ഏറെക്കുറെ തീർച്ചയാണ്. ഇപ്പോൾ തന്നെ UDF അൻവറിനെ കളത്തിലിറക്കി, PV അൻവറിനെ കളത്തിലിറക്കി പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായി തന്നെ അവരുടെ പ്രചാരണ പരിപാടികൾ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, പ്രത്യേകിച്ച് കാന്തപുരം വിഭാഗത്തിൻ്റെ വോട്ടുകൾ അവിടെ വളരെയധികം നിർണായകമായൊരു ഘടകമാണ്. ഇത്രയും നിലവിൽ പ്രത്യക്ഷമായി രാഷ്ട്രീയ നിരീക്ഷകരുടെ മുൻപിൽ തെളിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. പക്ഷേ ഇതല്ല നമ്മുടെ വിഷയം. ഈ പിന്തുണ തേടി എങ്ങനെയും വിജയസാധ്യത ഉറപ്പാക്കുവാൻ മുഹമ്മദ് റിയാസ് കാന്തപുരത്തിനെ സന്ദർശിച്ചതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ അതിൽ വരികൾക്കിടയിൽ വായിക്കുക എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു സന്ദേശം വളരെ വ്യക്തമായി കാന്തപുരത്തിനും ഇസ്ലാമിക മതപണ്ഡിതന്മാർക്കും നൽകപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. പുറത്തു വരുന്ന വിവരങ്ങളെന്ന് പറഞ്ഞാൽ പരസ്യമായി വരുന്ന വിവരങ്ങളല്ല, രഹസ്യമായി വരുന്ന വിവരങ്ങൾ വളരെ വ്യക്തമായൊരു സന്ദേശം നൽകുക കൂടിയാണ് ഈ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തെ ഒരു വോട്ട് ബാങ്കായി ഏകീകരിക്കുവാൻ തക്ക രീതിയിൽ ഇനിയും ഒരിക്കൽ കൂടി LDF ഭരണം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വന്നാൽ, അതായത് പിണറായി 3.0 വന്നു കഴിഞ്ഞാൽ പരമാവധി 1.5 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിന് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകും എന്നുള്ളൊരു സന്ദേശം ഈ സന്ദർശനത്തിന് പിന്നിൽ വ്യക്തമായി ഉണ്ട് എന്നുള്ളതാണ് രഹസ്യമായി പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത്തരത്തിലൊരു സന്ദേശം എന്തുകൊണ്ടാണ് നൽകുകയാണെങ്കിൽ രഹസ്യ വിവരങ്ങളാണ്. അതുകൊണ്ട് സ്ഥിരീകരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നൊരു കാര്യമല്ല. രാഷ്ട്രീയ നിരീക്ഷകരും പാർട്ടിക്കകത്തുള്ള വൃത്തങ്ങളും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഉദ്ദേശിച്ചത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള വൃത്തങ്ങളും പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇത്തരത്തിലൊരു സന്ദേശം കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് നൽകുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം, ഇസ്ലാമിക പണ്ഡിതർക്ക് കൃത്യമായി അവരുടെ സമുദായത്തിനിടയിൽ ഈ ഒരു സന്ദേശം പ്രചരിപ്പിക്കുവാൻ വളരെ കൃത്യമായി തന്നെ, അല്ലെങ്കിൽ ഒരു കാര്യക്ഷമതയോടുകൂടി പ്രചരിപ്പിക്കുവാനുള്ള ഒരു സാമൂഹ്യ സാഹചര്യം ഇസ്ലാമിക സമുദായത്തിനിടയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് ഈ ഒരു സന്ദേശം നൽകുന്നത്. ഇപ്പോൾ ഒരു മറുവശത്തൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൂജാരിയുടെ അടുത്ത് ഇത്തരത്തിൽ അടുത്ത മുഖ്യമന്ത്രി ദൈവഭക്തനായിട്ടുള്ള ഈശ്വരവിശ്വാസിയായിട്ടുള്ള ഒരു ഹിന്ദു ആയിരിക്കുമെന്നുള്ളൊരു സന്ദേശം നൽകിയിട്ട് പ്രത്യേകിച്ച് ഈ ഹൈന്ദവ സമുദായത്തിനിടയിൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഈ ഒരു കാര്യക്ഷമത, ഒരു സമുദായത്തിൻ്റെ ഒരു കെട്ടുറപ്പ്, മതപണ്ഡിതന്മാരുടെ കീഴിൽ നിൽക്കുവാനുള്ള കെട്ടുറപ്പ് ആണ് ഉദ്ദേശിച്ചത്. അത് മറ്റ് സമുദായങ്ങളെക്കാൾ കുറച്ചധികം തന്നെ മുസ്ലിം സമുദായത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മതപണ്ഡിതന്മാർക്ക് ഇത്തരമൊരു സന്ദേശം കൈമാറുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇത്തരമൊരു സന്ദേശം കൈമാറുന്നത് കൊണ്ടുള്ള പ്രയോജനം, ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്ക് അവിടെ നിർമ്മിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് ചരിയുവാനുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലേക്ക് വരുവാനുള്ള അവരുടെ സമ്മതിദാനാവകാശം ഒരൊറ്റ വോട്ട് പോലെ ഇടതുപക്ഷത്തേക്ക് വരുവാനുള്ള സാഹചര്യം രൂപപ്പെട്ടു വരുന്നു. അതോടൊപ്പം തന്നെ മറുവശത്ത് നിൽക്കുന്ന ഹൈന്ദവ വിഭാഗത്തിൻ്റെയും ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയും വോട്ടുകൾ പരമാവധി ഭിന്നിപ്പിക്കുവാനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ ഇടതുപക്ഷം ആരംഭിച്ചു കഴിഞ്ഞു. വെള്ളാപ്പള്ളി നടേശനിലൂടെ ആവട്ടെ, സുകുമാരൻ നായരിലൂടെ ആകട്ടെ, അവരാരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന ചിത്രം. പിന്നാമ്പുറങ്ങളിൽ ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ, കൂടുതൽ ഹൈന്ദവ വോട്ടുകളെ ഏതു വിധേനയും ഭിന്നിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരമൊരു ലക്ഷ്യം കൈക്കൊണ്ട് തന്നെയാണ് അവർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്കോ ഇറങ്ങുന്നത് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. കേരളം ഒരു വളരെയധികം കലുഷിതമായൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. കാരണം തിരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇത്തരത്തിൽ ഹൈന്ദവ വിഭാഗങ്ങളുടെ
സമ്മതിദാനാവകാശത്തെ പരമാവധി ഭിന്നിപ്പിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെ സമ്മതിദാനാവകാശം പരമാവധി ഏകീകരിച്ച് വീണ്ടും അധികാരത്തിലെത്തുവാനുള്ള ഒരു ശ്രമമാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും നടത്തുന്നത്. ഒപ്പം മുഹമ്മദ് റിയാസിനെ അടുത്ത കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടി കൊണ്ടുള്ള ഒരു രഹസ്യ നീക്കവും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇനി ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് വെറുതെ പറയുന്നതല്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള ആരോപണം, അതായത് ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനൊപ്പം ഭരണത്തിലേറിയാൽ UDF വീണ്ടും അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യുമെന്നുള്ളൊരു തത്വം മുന്നോട്ട് വെച്ചിരുന്നല്ലോ. സത്യമാണത്. അതിൽ വസ്തുതാ വിരുദ്ധമായി യാതൊന്നുമില്ല. വർഗീയപരമായിട്ടുള്ള തീർത്തും മതതീവ്രവാദപരമായി തന്നെ ചിന്തിക്കുന്നൊരു വിഭാഗം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് അവരുടെ വെബ്സൈറ്റിൽ തന്നെ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളത് വളരെ വളരെ സരളമായി പറഞ്ഞാൽ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ളൊരു വിശകലനം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അതിൽ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള യാതൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ തന്നെ ഈ ഒരു ഭയം അല്ലെങ്കിൽ ഭീഷണി ഉയർത്തിക്കാട്ടി ഹൈന്ദവ വോട്ടുകളെ പരമാവധി ഭിന്നിപ്പിക്കുക. അതായത് BJPയിലേക്ക് പോകുവാൻ നിൽക്കുന്ന ഹൈന്ദവ വോട്ടുകളെ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്താൽ നിങ്ങളുടെ സമ്മതിദാനാവകാശം പാഴായി പോവുകയും അത് മുതലാക്കി UDF ജമാഅത്തെ ഇസ്ലാമിയുമായി ഭരണത്തിൽ വരികയും നിങ്ങളുടെ ജീവിതം നരകമാക്കുകയും ചെയ്യും എന്നുള്ളൊരു സന്ദേശം ഹൈന്ദവ സമുദായത്തിനിടയിൽ പാർട്ടി കേഡറന്മാരിലൂടെ ഗ്രഹസന്ദർശനങ്ങളിലൂടെ പ്രചരിപ്പിച്ച് ഭിന്നിപ്പിക്കുക എന്നുള്ളതായിരിക്കും ഈ ഒരു ലക്ഷ്യത്തിലേക്കുള്ള അവരുടെ ആദ്യ ചുവട്. ഇനിയുള്ള ദിവസങ്ങളിൽ, വരാനുള്ള ദിവസങ്ങളിൽ പ്രചാരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ തന്നെ മറുവശത്തേക്കൊന്ന് ഹൈന്ദവ സമുദായം ഒപ്പം ക്രിസ്ത്യൻ സമുദായവും ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം ശരി തന്നെ, മറുവശത്തോ SDPI PDP പോലുള്ള തീവ്രമായിട്ടുള്ള ഭീകരവാദികൾ എന്ന് തന്നെ വിളിക്കാവുന്ന സംഘടനകളെ ഒളിഞ്ഞും തെളിഞ്ഞും ഒപ്പം കൂട്ടി മുന്നോട്ട് പോകുന്ന LDFനെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ ഇതിലും ഭയാനകമായിരിക്കും അവസ്ഥ എന്നുള്ള വസ്തുത ഒന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കിയാൽ ഓരോ സമ്മതിദായകനും അവനവൻ്റെ സമ്മതിദാനാവകാശം എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ളതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായൊരു ചിത്രം തെളിഞ്ഞു വരുമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം. അപ്പോൾ ഒരു ചോദ്യം വരാം, എൻ്റെ സമ്മതിദാനാവകാശം ഞാനിപ്പോൾ ഉദാഹരണത്തിന് BJPക്ക് നൽകി എന്നിരിക്കട്ടെ, BJP ഭരണത്തിൽ വരുമോ? സാധ്യത കുറവാണ്. ഇപ്പോഴുള്ള ഇതിൽ BJP ഭരണത്തിൽ വരാൻ സാധ്യത കുറവാണ്. പക്ഷേ മൂന്നാമതൊരു ശക്തിയായി, രാഷ്ട്രീയ ശക്തിയായി, പ്രബല രാഷ്ട്രീയ ശക്തിയായി BJP കേരളത്തിൽ ഉയർന്നു വരുന്നത് കൊണ്ട് ഗുണം ഹൈന്ദവ സമുദായത്തിനും ക്രിസ്ത്യൻ സമുദായത്തിനും സാധാരണക്കാരായ മുസ്ലിം സമുദായത്തിനുമാണ്. ഭീകരവാദികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. കാരണം ഭാരതം മുഴുവൻ അതിൻ്റേതായിട്ടുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി വേണമെങ്കിൽ മറ്റൊരവസരത്തിൽ സംസാരിക്കാം. പക്ഷേ ഒരു ഭീകരവാദപരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് മനസ്സുകൊണ്ട് ചായാത്ത സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള മുസ്ലിം സമുദായക്കാർക്കും ഒക്കെ പ്രയോജനപരമായിട്ടുള്ള രീതിയിൽ മൂന്നാമതൊരു പ്രബല മുന്നണിയായി BJP ഉയർന്നു വരാൻ സാധ്യതയുള്ളൊരു തിരഞ്ഞെടുപ്പാണ് വരുവാൻ പോകുന്നത്. അതിലേക്കുള്ള ശ്രമമായി ഒരു സമ്മതിദാനാവകാശം നിങ്ങൾ വിനിയോഗിച്ചാൽ ഒരു തൂക്ക് മന്ത്രിസഭ തന്നെ വന്നു എന്നിരിക്കട്ടെ. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ വർഗീയതയെ ആശ്രയിച്ച് ഈ ഇരുമുന്നണികളും LDF ആകട്ടെ UDF ആകട്ടെ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം വളരെയധികം കുറവായിരിക്കും. എന്തായാലും ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഭാവിയിൽ ഒരു ന്യൂനപക്ഷ മുഖ്യമന്ത്രി വരുന്നത് കൊണ്ട് ഭരണഘടനാപരമായി തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു സാമുദായികമായ ലക്ഷ്യം മാത്രം വെച്ച്, വർഗീയ പ്രീണനം മാത്രം ലക്ഷ്യം വെച്ച് അത്തരത്തിലൊരു മുഖ്യമന്ത്രി വരുന്ന ഒരു സാഹചര്യം ഒരുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശമാണ് കേരളത്തിലെ ഓരോ സമ്മതിദായകനും ഈ അടുത്ത അല്ലെങ്കിൽ വരുന്ന രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ ലഭിക്കുവാൻ പോകുന്നത്. ചിന്തിച്ച് സൂക്ഷ്മതയോടെ അവനവൻ്റെ സമ്മതിദാനം വിനിയോഗിക്കുക. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.